സപ്പോസ് നിങ്ങളൊരു പവർഫുൾ പൈതൺ പ്രോഗ്രാം കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യും, അനലൈസ് ചെയ്യും, പ്രിഡിക്റ്റ് ചെയ്യും. പക്ഷെ ഓരോ തവണയും നിങ്ങൾക്കത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെർമിനൽ ഓപ്പൺ ചെയ്ത് അവിടെ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യണം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ സീരീസിലെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ ഒരു അപ്രോച്ച് മിക്ക ആളുകൾക്കും താല്പര്യമുണ്ടാവില്ല. ലെറ്റ്സ് സേ നിങ്ങളുടെ പപ്പയ്ക്കും അമ്മയ്ക്കുമാണ് നിങ്ങൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ കൊടുക്കുന്നെങ്കിലോ, ഓഫ് കോഴ്സ് അവരിങ്ങനെ പറയും, എന്താണിത്, കുറെ ബ്ലാക്ക് സ്ക്രീനും കോഡും, എനിക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതേ അഭിപ്രായം തന്നെയായിരിക്കും മിക്ക ആളുകളും നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ടൂൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു റിയൽ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ നമ്മൾ അതിനെ ഒരു ആപ്പ് ആക്കണം. ഇതിന് നമ്മളെ സഹായിക്കുന്നതാണ് ടിക്കിൻഡർ. നമ്മുടെ ചാനലിലെ പൈതൺ ലെക്ചർ സീരീസിലെ 12th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ പൈതൺ പഠിക്കുന്ന നിങ്ങൾ മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടിക്കിൻഡറിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന പൈതൺ ടൂൾ ഒരു ഡെസ്ക്ടോപ്പ് ആപ്പ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ബിഗിൻ. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ കാണുന്ന ഓരോ ആപ്പിനെയും നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് അഥവാ ഡെസ്ക്ടോപ്പ് ആപ്സ് എന്നാണ് പറയുന്നത്. സോ ഈ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ടിക്കിൻഡർ നമ്മളെ സഹായിക്കുന്നത്. നമുക്കിനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഇത് കോഡ് ചെയ്ത് നോക്കാം. സോ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാണ്. ഞാനൊരു ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ പേര് 12.tickender.ipynb എന്ന് കൊടുക്കുകയാണ്. സോ ടിക്കിൻഡർ എന്ന് പറയുന്ന ഒരു ബിൽഡ് ഇൻ പാക്കേജ് ആണ്. അതായത് നമ്മൾ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിനൊപ്പം ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഒരു പാക്കേജാണ് ടിക്കിൻഡർ എന്ന് പറയുന്നത്. പാക്കേജസ് എന്താണ്, മൊഡ്യൂൾസ് എന്താണെന്നൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ട് 10 കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. സോ ഞാൻ ഇവിടെ ആ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ഇമ്പോർട്ട് ടിക്കിൻഡർ as tk. സോ ഇവിടെ നമ്മൾ ആക്ച്വലി ടിക്കിൻഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസ് ടി കെ ഇതെന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് രീതിയാണ്. നമ്മളെപ്പോഴും ടിക്കിൻഡർ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ടിക്കിൻഡർ ടി കെ എന്നുള്ള രീതിയിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ ടിക്കിൻഡർ നമ്മൾ ജസ്റ്റ് ടി കെ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. സോ ജസ്റ്റ് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടിക്കിൻഡർ എന്ന് പറയുന്ന ഒരു ബിൽഡ് ഇൻ പാക്കേജ് ആണ്. അതായത് നമ്മൾ പൈതൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒപ്പം ഡൗൺലോഡ് ചെയ്ത് വരുന്ന ഒരു പാക്കേജാണ് ടിക്കിൻഡർ എന്ന് പറയുന്നത്. ഈ പാക്കേജ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതോ ഒരു ഡെവലപ്പർ ചെയ്ത് വെച്ചൊരു കോഡാണ്. ആ കോഡ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഈ ഇമ്പോർട്ട് എന്ന് പറയുന്നത്, ഇമ്പോർട്ട് ടിക്കിൻഡർ ടി കെ. സോ അവർ ചെയ്ത് വെച്ച കോഡ് നമ്മളിപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ആപ്പ് വിൻഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഞാൻ ഞാൻ അവിടെ റൂട്ട് ഈക്വൽ ടു tk.tk എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം root.main ജസ്റ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയൊരു ഇങ്ങനത്തെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇതിനാണ് GUI എന്ന് പറയുന്നത്, അതായത് ഗ്രാഫിക് യൂസർ ഇന്റർഫേസ്. സോ ഇവിടെ ചെയ്തിരിക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഈ TK എന്ന് പറയുന്നത് ടിക്കിൻഡർ ആണ്. tk.tk ഈ TK എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലാസ് ആണ്. നമ്മൾ ഊപ്സിന്റെ പാർട്ട് 1 വീഡിയോ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്, പാർട്ട് 11 ആയിട്ട്. അതിനകത്ത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഒരു ക്ലാസ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ക്ലാസിൻ്റെ ഉള്ളിലത്തെ മെത്തേഡ്സ് കോൾ ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഈ TK എന്ന് പറഞ്ഞ പാക്കേജിനുള്ളിലത്തെ TK ഇതെന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സോ ഈ TK എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ റൂട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ TK എന്ന് പറഞ്ഞ ക്ലാസ്സിൽ മെയിൻ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ടാവും. സോ ഒരു ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡാണ് നമ്മൾ ആ ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്, റൂട്ടാണ്. സോ ഞാൻ root.main loop ചെയ്യുന്നു, object.method. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണുന്ന പോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ TK എന്ന് പറയുന്നത് ക്ലാസ് ആണ്. ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് ആണ് റൂട്ട് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെത്തേഡ് കോൾ ചെയ്യുന്നു root.main loop. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വിൻഡോ റൺ ചെയ്യുന്നു. ഇനി ഈ കോഡിന്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TK എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു ആപ്പ് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആപ്പ് വിൻഡോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ root.main loop ഈ കോഡാണ് ആക്ച്വലി ഒരു ആപ്പ് വിൻഡോ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് കാണാം, ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നില്ലേ, ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് ക്ലോസ് ചെയ്താൽ മാത്രമേ
കണ്ടോ, ഇപ്പോഴാണ് അത് ക്ലോസ് ആയി പോയത്, ഇല്ലാന്നുണ്ടെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് വിൻഡോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അത് റൺ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെക്കൻഡ് ലൈൻ ഓഫ് കോഡ് റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ക്ലാസ് ആണ്, ഒബ്ജക്റ്റ് ആണ്, അതിന്റെ മെത്തേഡ് അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഊപ്സ് പാർട്ട് 1 കംപ്ലീറ്റ് ആയത് കാരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആവും. ഇനി എനിക്ക് ഇതിലോട്ടേക്ക് ഒരു ടൈറ്റിലും അതിന്റെ ജോമെട്രി ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മൾ റൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്ന ആ ഒരു ഒബ്ജക്റ്റിലേക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ TK എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഈ ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ ബാക്കിയെല്ലാം മോഡിഫൈ ചെയ്യേണ്ടി പോകുന്നത്. സോ ഞാൻ ഇവിടെ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് റൂട്ട് ഡോട്ട് ടൈറ്റിൽ. ഞാനിവിടെ വെൽക്കം ടു മൈ ഫസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ മൈ ആപ്പ് എന്ന് കൊടുക്കാം, മൈ ആപ്പ്. അതിനുശേഷം ഞാനിവിടെ റൂട്ട് ഡോട്ട് ജോമെട്രി ഞാൻ ടൈപ്പ് ചെയ്തതിനു ശേഷം പറയാം 500 300 × 300 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ നോക്കി കാണാം, ഇവിടെ ഉണ്ടോ, ഇവിടെ മൈ ആപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ടൈറ്റിൽ കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട് ഈക്വൽ TK.TK ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞത് ഇത് ഈ TK എന്ന് പറഞ്ഞ ക്ലാസ് ആണ്, റൂട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ്. സോ ആ റൂട്ട് ഡോട്ട് ടൈറ്റിൽ, അതിലൂടെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നതാണ് മൈ ആപ്പ്. സോ ഇവിടെ മൈ ആപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ റൂട്ട് ഡോട്ട് ജോമെട്രി നമ്മൾ 300 × 300, അതായത് 300 പിക്സൽസ് ബൈ 300 പിക്സൽസ്. സോ ഇതിന്റെ ഒരു ഡയമെൻഷൻ ആണ്. ഇതിപ്പോൾ 300 ബൈ 300 എന്ന ഡയമെൻഷൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ രീതി കാണിച്ചു തരാം. ഞാൻ അവിടെ 300 ബൈ 600 എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ സൈസ് മാറിയിട്ടുണ്ട്. സോ ഇതിന് ആ ജോമെട്രി കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ടൈറ്റിൽ കൊടുത്തു, ഇതിൻ്റെ ജോമെട്രി മാറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് എഴുതി കാണിക്കാം, വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്ന പോലെ. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് ലേബൽ എന്ന് പറയുന്നത്. സോ ഞാൻ ലേബൽ ഈക്വൽ ടു TK.ലേബൽ. ഓക്കെ, ആ ലേബൽ ചെയ്യേണ്ടത് എവിടെയാണ്? റൂട്ട് എന്ന് പറയുന്ന എൻ്റെ ആ ഒരു ഒബ്ജക്റ്റിലാണ് ചെയ്യേണ്ടത്. ഞാൻ അവിടെ ഞാൻ കൊടുക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പ് എന്ന് കൊടുക്കാം. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ ലേബൽ ഡോട്ട് പാക്ക് എന്ന് കൊടുക്കണം. സോ ഞാൻ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിച്ച് ഈ ലേബൽ എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഈ 2 ലൈൻ ഓഫ് കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് ലേബൽ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ് ആണ് ടിക്കിൻ്റെ ഉള്ളിലത്തെ. സോ ഞാൻ ലേബലിൻ്റെ അകത്ത് റൂട്ട് എന്ന് കൊടുക്കുന്നു. ഈ റൂട്ട് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന മെയിൻ വിൻഡോ. അപ്പോൾ അതിനകത്ത് എനിക്ക് കൊടുക്കുന്ന ടെസ്റ്റ് എന്താണ്? വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. സോ അത് ടെസ്റ്റ് ഇവിടെ എഴുതി വെക്കുന്നു. അതിനുശേഷം ഇത്ര എഴുതി വെച്ചാലും ആ കോഡ് എക്സിക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബൽ ഡോട്ട് പാക്ക് എന്ന് കൊടുക്കണം. ഇത് കൊടുത്താൽ മാത്രമേ നമ്മൾ ആ കൊടുക്കുന്ന ടെസ്റ്റ്, ഇപ്പം ഈ ലൈൻ ഓഫ് കോഡിനകത്ത് ഈ ഒരു ടെസ്റ്റ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്, ഈ വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത്. അത് ഇനി നമ്മൾ ഈ കാണുന്ന ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലേബൽ ഡോട്ട് പാക്ക് എന്ന് പറയുന്നത് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഡ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, ഒരു ടെക്സ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് കൊടുക്കണം. അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു ക്ലാസ് യൂസ് ചെയ്യണം. ഞാൻ ഇൻപുട്ട് ബോക്സിന് ഞാൻ ഇൻപുട്ട് എന്ന് കൊടുക്കുകയാണ്. ഇൻപുട്ട് ഈക്വൽ ടു ഇവിടെ യൂസ് ചെയ്യേണ്ട ആ ഒരു ക്ലാസിൻ്റെ പേരാണ് എൻട്രി എന്ന് പറയുന്നത്, ഇൻപുട്ട് ഡോട്ട് എൻട്രി. ഇപ്പോൾ ഇവിടെയും ഞാൻ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇവിടെ ഒരു എൻട്രി ബോക്സും വന്നിട്ടില്ല. അതിന് കാരണം എന്താ? ഞാൻ പറഞ്ഞത് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോട്ട് പാക്ക് എന്ന് പറയുന്നത് യൂസ് ചെയ്യണം. സോ ഞാനിവിടെ ഇൻപുട്ട് ഡോട്ട് പാക്ക് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നു. ഇനി എക്സിക്യൂട്ട് ചെയ്യണം, നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് വന്നിട്ടുണ്ട്. സോ അതാണ് ഈ ഡോട്ട് പാക്കിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന സംഭവം നമുക്ക് ആ ഒരു ആപ്പിൻ്റെ ഒരു ഡിസ്പ്ലേ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡോട്ട് പാക്ക് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മൊത്തത്തിൽ പറഞ്ഞുതരാം. നമ്മളിവിടെ TK എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ചിട്ട് റൂട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ആ റൂട്ടിലേക്ക് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു, അതിലേക്ക് നമ്മൾ ജോമെട്രി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ പോവാണ്. ആ ടെക്സ്റ്റ് കൊടുക്കുന്ന ലേബൽ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ലേബൽ എന്ന് പറഞ്ഞ ക്ലാസ്, അതിനകത്ത് നമ്മൾ റൂട്ട് കൊടുക്കുന്നു, കാരണം ഇതിലോട്ടേക്കാണല്ലോ വരേണ്ടത്. പിന്നെ ലേബൽ ഡോട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൊടുത്ത ടെക്സ്റ്റ് ആ ഒരു വിൻഡോയിൽ ഡിസ്പ്ലേ ആയിട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ എൻട്രി എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം അത് നമ്മൾ പാക്ക് കൊടുക്കുന്നു. എന്നാൽ മാത്രമേ ആ ഒരു എൻട്രി ബോക്സ്, നമ്മുടെ ആ ഒരു ഇൻപുട്ട് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു വിഷ്വൽ വരും. ഇനി എനിക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുക്കണം. ബട്ടൺ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. അതിനുപയോഗിക്കുന്ന മറ്റൊരു ക്ലാസ് ആണ്, അതാണ് TK ഡോട്ട് ബട്ടൺ എന്ന് പറയുന്ന ക്ലാസ്. അതിനകത്ത് ഞാൻ റൂട്ട് കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് ആ ബട്ടൻ്റെ ഉള്ളിൽ വരുന്ന ടെസ്റ്റ് അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് മീ എന്ന് കൊടുക്കാം, ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കാം. ഇനി കമാൻഡ് ഈക്വൽ ടു ജസ്റ്റ് ഷോ അണ്ടർസ്കോർ ഔട്ട്പുട്ട് അങ്ങനെ വല്ലതും കൊടുക്കാം. ഓക്കെ,
ഇനി ഞാൻ വീണ്ടും ബട്ടൺ ഡോട്ട് പാക്ക് എന്ന് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഈ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്ന ആക്ച്വലി ഫംഗ്ഷനാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള ഒരു ഫംഗ്ഷനാണ്. സോ നമ്മൾ ആ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡെഫ് ഷോ അണ്ടർസ്കോർ ഔട്ട്പുട്ട്. തർക്കത്തിൽ നമുക്ക് പ്രിന്റ് ബട്ടൺ ക്ലിക്ക്ഡ് എന്ന് കൊടുക്കാം. മനസ്സിലാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ ഇതാണ് നമ്മൾ പുതിയ ആഡ് ചെയ്ത കോഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ പുതിയ ബട്ടൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബട്ടൺ എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബട്ടൺ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ TK.button ആ ബട്ടൺ എന്ന് ക്ലാസ് കൊടുക്കുന്നു. അതിനകത്ത് ഞാൻ റൂട്ട് എന്ന് നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു മെയിൻ ആപ്പ് വിൻഡോ കൊടുക്കുന്നു. പിന്നെ ആ ബട്ടണിൽ കാണിക്കുന്ന ടെസ്റ്റ് എന്താണ്? ക്ലിക്ക് ചെയ്യുന്ന ടെസ്റ്റ് കാണിക്കണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? അതാണ് കമാൻഡ് ചെയ്യുന്നത്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോ അണ്ടർസ്കോർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. നമുക്ക് ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇതവിടെ ബട്ടൺ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ക്ലിക്ക് ഹിയർ കണ്ടോ, ബട്ടൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ എനിക്ക് ബട്ടൺ ക്ലിക്ക് ഇടുന്നുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ ഞാൻ കൊടുത്ത കമാൻഡ് ഉണ്ടല്ലേ ഷോ അണ്ടർസ്കോർ ഔട്ട്പുട്ട്, ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ വീണ്ടും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം കണ്ടോ, കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു പ്രിന്റ് വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഒരു ഇൻപുട്ട് ബോക്സും ഇതെല്ലാം ഇങ്ങനെ വേർട്ടിക്കലി സ്റ്റാക്ക് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിൻ്റെ അകത്ത് മറ്റൊരു കണ്ടെയ്നറോ മറ്റൊരു ക്ലാസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതായത് നമുക്കറിയാം, നമുക്കൊരു വലിയ വീടുണ്ട്. ആ വീടിൻ്റെ അകത്ത് നമ്മൾ കുറേ റൂംസ് ഉണ്ടാവും. ഈ ഓരോ റൂംസിലേക്ക് നമ്മൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാവുക. ഇതേപോലെ ഈ ഒരു വലിയ ആപ്പിൻ്റോ ഇത് നമുക്കൊരു വീട് കൺസിഡർ ചെയ്യാം. എനിക്ക് ഈ ഒരു ഇൻപുട്ട് ബോക്സും ഈ ഒരു ബട്ടണും ഇത് രണ്ടും മാത്രം ഒരു സെപ്പറേറ്റ് റിയൽ ലൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂമിൽ കൊണ്ടുവെക്കുന്ന പോലെ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇതിന് നമ്മൾ കണ്ടെയ്നർ എന്നാണ് പറയുന്നത്, ഡിഫറെൻറ്റ് കണ്ടെയ്നേഴ്സ്. സോ ഇത് രണ്ടും കൂടെ നമ്മളൊരു വേറെ കണ്ടെയ്നറിലാക്കാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് ഫ്രെയിം എന്ന് പറയുന്നത്. നമുക്കിനി അത് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു പുതിയ ഫ്രെയിം എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്യാണ്. ഫ്രെയിം ഈക്വൽ ടു TK.frame. ആ ഫ്രെയിം ഉണ്ടാക്കുന്നത് എനിക്ക് റൂട്ടിനകത്താണ്. ഇനി ഞാനിവിടെ സാധനം ഇന്നലെ frame.pack എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, നമ്മളൊരു ഫ്രെയിം എന്ന് പറഞ്ഞ പുതിയൊരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ കണ്ടെയ്നറിലോട്ടാണ് നമ്മൾ ഈ ഒരു ഇൻപുട്ട് ബോക്സും ഈ ഒരു ബട്ടൺ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാൻ TK.entry കൊടുക്കേണ്ടത് ഫ്രെയിമിലോട്ടാണ്. ഞാൻ TK.entryന്റെ ബ്രാക്കറ്റിനുള്ള ഫ്രെയിം എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ബട്ടണും റൂട്ടിനകത്തല്ല കൊടുക്കേണ്ടത്, ഫ്രെയിമിനകത്താണ് കൊടുക്കേണ്ടത്. ഫ്രെയിമിനകത്ത് കൊടുക്കുന്നു. ഞാൻ അത് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കത്തില്ല. ഇത് ഫ്രെയിമിൽ കൊടുത്തു നമുക്ക് മനസ്സിലാവാൻ സാധിക്കത്തില്ല. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഇത് രണ്ടും നമ്മളൊന്ന് ഹൊറിസോണ്ടലി സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പോൾ ഇരിക്കുന്ന ഇൻപുട്ട് ബോക്സ് മുകളിലും ബട്ടൺ താഴെയല്ല, ഇത് രണ്ടും നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മറ്റൊരു ജോമെട്രിക് ഇതാണ് ഉപയോഗിക്കുന്നത്. സോ ഞാനിവിടെ ഈ പാക്കിന് പകരം ഗ്രിഡ് എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിപ്പോൾ നമ്മൾ ഇൻപുട്ടും ഇപ്പോൾ ഞാൻ അത് എക്സിക്യൂട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഇൻപുട്ട് ബോക്സും ഈ ബട്ടണൊക്കെ നമ്മൾ ഈ ഇൻപുട്ട് ഡോട്ട് പാക്കും ബട്ടൺ ഡോട്ട് പാക്കും യൂസ് ചെയ്തിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. സോ നമ്മൾ മാറ്റി ഗ്രിഡ് എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻപുട്ട് ഡോട്ട് പാക്കിന് പകരം ഇൻപുട്ട് ഡോട്ട് ഗ്രിഡ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ഗ്രിഡിൻ്റെ അകത്ത് ഞാൻ റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. ഇത് ഞാൻ ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ തന്നെ ബട്ടൺ ഡോട്ട് പാക്കിന് പകരം ബട്ടൺ ഡോട്ട് ഗ്രിഡ് എന്ന് കൊടുക്കുന്നു. രണ്ടും ഗ്രിഡ് ആക്കുന്നു. ഇവിടെ ഞാൻ റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും ഹൊറിസോണ്ടലി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മളിവിടെ ആദ്യം ഫ്രെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും ഇപ്പോൾ ഒരു സിംഗിൾ ഫ്രെയിമിലായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പിനും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഒന്നുമില്ലല്ലോ. ഞാൻ ഇനി ഈ ഫ്രെയിം ഡോട്ട് പാക്കിനുള്ളിൽ പോയിട്ട് സ്പേസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പാഡ് എക്സ് പാഡ് വൈ എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ പാഡ് വൈ എന്ന് കൊടുക്കുകയാണ്. പാഡ് വൈ ഈക്വൽ 50 എന്ന് കൊടുക്കുകയാണ്. പാഡ് വൈ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഒരു 50 ഡിസ്റ്റൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇവിടെ ഒരു 50 ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ 50ക്ക് വരെ ഒരു സപ്പോസ് ഞാൻ 20 ആണ് കൊടുക്കുന്നത് എന്നൊരു വൃത്തിയായിട്ടാണ് വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഞാൻ 20 കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു എൻ്റയർ ഫ്രെയിം ഞാൻ പറയുന്ന ഫ്രെയിം എന്ന് പറയുന്ന അതൊരു ഫ്രെയിം എന്ന് പറഞ്ഞൊരു കണ്ടെയ്നർ പോലെയാണ്. ആ ഫ്രെയിമിൻ്റെ അകത്താണ് നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് ബോക്സും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും 20 പിക്സൽസ് താഴത്തോട്ടേ വന്നിട്ടുള്ളത്. കാരണം ഇതെന്ന് പറയുന്നതാണ് ഫ്രെയിം. അപ്പം നമ്മൾ ഫ്രെയിമിലേക്ക് നമ്മൾ പാഡ് വൈക്കിൽ 20 കൊടുക്കുന്ന സമയത്ത് ആ ഫ്രെയിമിലുള്ള എന്തൊക്കെയുണ്ടോ അത് മൊത്തം 20 പിക്സൽസ് താഴത്തോട്ടേക്ക് വരും. സോ ഈ ഫ്രെയിമിൻ്റെ അകത്ത് എന്തൊക്കെയുള്ള ഇൻപുട്ട് ബോക്സ് ഉണ്ട്, ബട്ടൺ ഉണ്ട്. കാരണം എന്താ ഇൻപുട്ടിൻ്റെ അകത്ത് ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്, ബട്ടൺ കൊടുത്ത സമയത്ത് അവിടെയും ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. സോ ഇൻപുട്ടും ബട്ടണും 20 പിക്സൽസ് താഴത്തോട്ടേക്ക് വരും. ഇനി നമ്മളിവിടെ പറഞ്ഞ ഇനി ഗ്രിഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ബോക്സ് പറഞ്ഞിട്ടുണ്ട്, അതാണ് ഈ ഇൻപുട്ട് ബോക്സ്. ഇത് ഡിസ്പ്ലേ ആവേണ്ട എങ്ങനെയാണ്, ഗ്രിഡിലാണ്. അപ്പോൾ ഈ ഗ്രിഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താ, റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 0. സോ റോസും കോളംസും ആയിട്ട് നമ്മൾ ഗ്രിഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ റോ ഈക്വൽ ടു കോളം ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെല്ലായിരിക്കും. സോ ഇതാണ് റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 0. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോ 0, കോളം 1 എന്ന് പറയുന്നത് ഇതായിരിക്കും. ഈ റോ 1, കോളം 0 എന്ന് പറയുന്നത് ഇതായിരിക്കും. അതുപോലെ റോ 1, കോളം 1 എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ നമ്മൾ ഗ്രിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെല്ല് പോലെയാണ് നമ്മൾ എപ്പോഴും അറേഞ്ച് ചെയ്യുക. റോയും കോളവും വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഇതിനും നമ്മൾ അറേഞ്ച് ചെയ്യുക. സോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ, ഇൻപുട്ട് എന്ന് പറയുന്നത് റോ 0, കോളം 0 കൊടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ആ ഇൻപുട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ബട്ടൺ കൊടുത്തിരിക്കുന്നത് റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ റോയിന് തൊട്ടപ്പുറത്തോളം ആ കോളത്തിൽ. അപ്പോൾ ബട്ടൺ ഇവിടെ വരുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യുക. ഇനി എനിക്ക് ഇതിൻ്റെ രണ്ടിടയ്ക്ക് ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാഡ് എന്ന് പറയുന്ന സംഭവമാണ് യൂസ് ചെയ്യുന്നത്. പാഡ് എക്സും പാഡ് വൈയും. ഇവിടെ നമ്മൾ പാഡ് വൈ കൊടുത്തു. ഇനി എനിക്ക് ഇൻപുട്ട് ബോക്സിന് ബട്ടണിടയ്ക്ക് സ്പേസ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പാഡ് എക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഞാനത് ആ ഗ്രിഡിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇൻപുട്ട് കൊടുക്കുക. ഇതിന് ശേഷം എനിക്കൊരു എക്സ് ഡയറക്ഷനിൽ ഒരു 10 പിക്സൽസ് വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, കണ്ടോ, ഇത് തമ്മിൽ 10 പിക്സൽസിന് വിടുത്ത് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ ഇത് മൊത്തം നമുക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ പറയുന്ന ഈ വെൽക്കം ടു മൈ ഫസ്റ്റ് ആപ്പ്, ഇതാണ് എൻ്റെ ലേബൽ എന്ന് പറയുന്നത്. എനിക്ക് ഇതുമായിട്ടൊരു ഗ്യാപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ പാഡ് വൈ ഈക്വൽ ടു ഒരു 10 എന്ന് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഇത് തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് മൊത്തം അറേഞ്ച് ചെയ്യുക. ഞാൻ ഇനി ഇവിടെ മറ്റൊരു കാര്യം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബട്ടൺ ക്ലിക്ക് ഇടുന്നതുകൊണ്ടാണ് വരുന്നത്. നമുക്ക് അതിന് പകരം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം എഴുതി കാണിക്കുന്നത്. നമ്മളിവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. ലെറ്റ്സ് ഞാനിവിടെ അഡോൺ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുന്ന സമയത്ത് എനിക്കിവിടെ ഹായ് അഡോൺ എന്ന് വന്ന് വല്ലതും വരണം. അങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടി നമ്മൾ ആക്ച്വലി ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ടില്ലേ, ആ ഇൻപുട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യണം. സോ അതിന് മുന്നേ നമുക്ക് ഇനിഷ്യലി വെറും ഹായ് എന്ന് പറഞ്ഞ് വരാം. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കുന്ന ഇൻപുട്ടും ഈ ബട്ടൺ ക്ലിക്ക് അനുസരിച്ച് ആ പേരോട് കൂട്ടി ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ വരാം. സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് എനിക്ക് മറ്റൊരു ലേബൽ വേണം. സോ ഞാനിവിടെ ഔട്ട്പുട്ട് ലേബൽ എന്ന് കൊടുക്കാം. ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ ഈക്വൽ ടു ലേബൽ ഓഫ് tk ഡോട്ട് ലേബൽ എന്ന് കൊടുക്കണം. tk ഡോട്ട് ലേബൽ ഓഫ് ഫ്രെയിം. എനിക്ക് ഫ്രെയിമിനകത്താണ് വേണ്ട. ഞാൻ ടെക്സ്റ്റ് ഈക്വൽ ടു തൽക്കാലം ഞാൻ ഹായ് എന്ന് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ ഡോട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന മൊത്തം ഫ്രെയിമിനകത്താണ്. സോ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ അകത്ത് എല്ലാ സാധനം ഒരേ സ്റ്റൈലിങ്ങിൽ അയക്കണം. അതായത് ഇവിടെ നമ്മൾ മൊത്തം കൊടുത്ത് പാക്കായിട്ടാണ്. എന്നാൽ നമ്മൾ ഫ്രെയിമിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്രെയിമിൻ്റെ ഉള്ളത്തെ കാര്യം നമ്മൾ കൊടുത്ത് എങ്ങനെയാണ്, ഗ്രിഡായിട്ടാണ്. സോ ആ ഫ്രെയിമിനുള്ളിൽ എന്ത് കൊടുത്താലും അത് ഗ്രിഡ് അയക്കണം, പാക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സോ ഈ ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രെയിമിനകത്താണ് കൊടുക്കുന്നത്. സോ ഞാൻ ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ ഡോട്ട് ഗ്രിഡ് എന്ന് കൊടുക്കണം. കാരണം എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കണം. ഗ്രിഡ് ഓഫ് ഞാൻ ഇവിടെ റോ ഈക്വൽ ടു 1 താഴെ കൊടുക്കാം. റോ ഈക്വൽ ടു 1 ആൻഡ് കോളം ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, കണ്ടോ, ഇവിടെ ഹായ് എന്ന് വന്നിട്ടുണ്ട്, ഒരു പുതിയ ലേബൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിവിടെ വേണ്ട എന്താ, ഞാൻ ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഹായ് സ്പേസ് ഈ ഒരു സംഭവം വരണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇതാണ് ആ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ മാറ്റാൻ വേണ്ടി പോവാണ്. ഈ പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് പകരം ഞാനിവിടെ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണോ ഇൻപുട്ട് ബോക്സിലുള്ള ആ ഇൻപുട്ട് ബോക്സിൽ വാല്യൂ എടുക്കണം. അപ്പോൾ അത് എടുക്കാനുള്ള കമാൻഡാണ്. ഇപ്പോൾ ആ ഇൻപുട്ട് ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇൻപുട്ട്. സോ അതായത് ഇൻപുട്ട് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ ടൈപ്പ് ചെയ്തതിനു ശേഷം പറയാം. വാല്യൂ എന്ന് പറഞ്ഞു വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ ഇതിലോട്ടൊക്കെയാണ് ഫീഡ് ചെയ്യേണ്ടത്. ഡോട്ട് config text equal to hi value എന്ന് കൊടുക്കാം. text equal to hi plus value എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കണ്ടോ, ഈ ഇവിടെ ഒരു സ്പേസിനോട് കൊടുക്കാം, ഹായ് സ്പേസ് വാല്യൂ. സോ ഇനി എനിക്കിവിടെ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡോൺ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഹായ് അഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ എന്ത് കൊടുത്താലും ഇവിടെ ഞാനിപ്പം അഖിലെന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഹായ് അഖിൽ എന്ന് പറഞ്ഞു വന്നു. സോ ഞാൻ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം.
ഇവിടെ ഞാൻ ചെയ്ത് ഇത്രേ ഉള്ളൂ. ആദ്യം നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് ഇവിടെ ഒരു ലേബൽ വരണം. അതിനുവേണ്ടി ഞാൻ ഔട്ട്പുട്ട് ലേബൽ ഒന്ന് കൊടുത്തു. സാധാരണ ചെയ്യുന്ന പോലെ ലേബൽ ഒന്ന് ക്ലാസ് യൂസ് ചെയ്യുന്നു. TK.label ഇവിടെ കൊടുക്കേണ്ട എവിടെയാണ്, ഞാൻ ഫ്രെയിമിനകത്താണ് കൊടുക്കുന്നത്. സോ ഫ്രെയിം എന്ന് കൊടുത്തു. ആദ്യം ടെസ്റ്റിക്കൽ ടു ഹായ് ആണ്, കാരണം ഞാൻ ഇവിടെ എക്സിക്യൂട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇനിഷ്യലി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഹായ് ആണ്. കണ്ടില്ലേ, ഹായ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രിഡ് ഞാൻ കൊടുക്കുന്നത് റോ ഈക്വൽ ടു 1 കോളം ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ഇതിൻ്റെ തൊട്ട് താഴെ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ കൊടുത്തത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഞാൻ മാറ്റി കമാൻഡ് ഈക്വൽ ടു ഷോ അണ്ടർസ്കോർ ഔട്ട്പുട്ട്. ഇത് ഞാൻ മാറ്റി എന്ത് ചെയ്തു, ഇവിടെ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ പേര് ഇവിടെ കടവും കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും, എന്നൊന്ന് ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. സോ ഇൻപുട്ട് ഡോട്ട് ഗെറ്റ്, അതായത് ഈ ഇൻപുട്ട് ബോക്സ്, അതിനാണ് നമ്മൾ ഇൻപുട്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ ആ ഒരു വാല്യൂ മൊത്തം നമുക്ക് ഇൻപുട്ട് ഡോട്ട് ഗെറ്റ് ഈ ഒരു കോഡ് വഴി കിട്ടും. അത് നമ്മളിപ്പോൾ എവിടെ സ്റ്റോർ ചെയ്തു, വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. അതിനുശേഷം ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ, അതാണ് നമ്മൾ കാണുന്ന ഈ ഹായ് എന്ന് പറയുന്നതാണ് ഞാൻ ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ. അത് നമ്മൾ മാറ്റാൻ വേണ്ടി പോകണം. അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് കോൺഫിഗ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ ഡോട്ട് കോൺഫിഗ്, അതിൻ്റെ അടുത്ത ടെക്സ്റ്റ് എന്താക്കി ഞാൻ ഹായ് പ്ലസ് വാല്യൂ എന്ന് പറയുന്നതാണ് ഇതിനുള്ളിൽ ഇരിക്കുന്ന ഈ സംഭവം. അപ്പം ഹായ് പ്ലസ് ഈ ഒരു കൊടുക്കുന്ന സംഭവം. അതുകൊണ്ടാണ് എനിക്കിവിടെ ഹായ് അഡോൺ എന്ന് കാണുന്നത്. ഇപ്പം ഞാൻ ഇതിന് പകരം വേറെ എന്തെങ്കിലും 1 2 3 കൊടുക്കുന്നതെങ്കിൽ അതും ഹായ് 1 2 3 വരുന്നു. ഇനി എനിക്ക് ഇവിടെ ഹായിന് പകരം വേറെ എന്തെങ്കിലും വേണ്ടത്, ബൈ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ബൈ എന്ന് കൊടുക്കുന്നു. ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നും കാണിച്ചു തരാം. സോ ഞാൻ ഇവിടെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ആദ്യം ഔട്ട്പുട്ട് ലേബൽ ഹായ് എന്ന് പറഞ്ഞ് വരുന്നു. ഞാൻ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്ന് 564 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ 564 ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്ത് വരും, ഔട്ട്പുട്ട് അണ്ടർസ്കോർ ലേബൽ, അതാണ് ഇത്. ഇവിടെ എന്ത് വരും, ബൈ പ്ലസ് 564, ബൈ സ്പേസ് 564 എന്ന് വരും. കണ്ടോ, ബൈ സ്പേസ് 564 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ടിക്കിൻഡർ യൂസ് ചെയ്തിട്ട് ബേസിക് ആപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ ടിക്കിൻഡർ എന്താണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ സീരീസിലെ പാർട്ട് 3 നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പാർട്ട് 1ലും പാർട്ട് 2ലും ആ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂളിന്റെ കോർ ലോജിക്ക് മൊത്തം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടിക്കിൻഡർ യൂസ് ചെയ്തിട്ടായിരിക്കും അതിന് നല്ലൊരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, ഒരു GUI കൊടുക്കാൻ വേണ്ടി പോകുന്നു, അതായത് നല്ലൊരു സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് പുറമെ ഇന്ന് പഠിച്ചതിന് പുറമെ നമ്മൾ ആ ഒരു പാർട്ട് 3ൽ നമ്മൾ അതിനെ ഒരു .txt ഫയലാക്കി മാറ്റി കൺവേർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോ, ഈ ടിക്കിൻഡർ വീഡിയോ കണ്ടതിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ സീരീസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനകത്ത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഇന്ന് നമ്മൾ പഠിച്ച ടിക്കിൻഡർ യൂസ് ചെയ്തിട്ട് അതിന് നല്ലൊരു സ്റ്റൈൽ, നല്ലൊരു GUI കൊടുക്കും. അതിന് പുറമെ നമ്മൾ അതിനൊരു .txt ഫയലായി കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളും എൻ്റെ കൂടെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മുടെ ചാനൽ നമ്മൾ ഡെയിലി ക്വിസസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ കയറി മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.